ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ആ സ്പോട്ട് നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദൈവം നമ്മോട് പിന്നെയും പിന്നെയും ശക്തമായി ഇടപെടും. നമുക്ക് ഞാൻ എന്റെ ചില വിഷയങ്ങൾ പോലും ഞാൻ നോർമലായിട്ട് ദൈവത്തോട് സംസാരിച്ച ഒന്നീ വചനത്തിലൂടെയോ അല്ലെങ്കിൽ പാട്ടിലൂടെ ദൈവം എനിക്ക് മറുപടി നൽകുവാനിടയാ. നമ്മൾ ദൈവമായ ഒരു ബന്ധം എന്ത് ചെയ്യുക, ഇന്ന് വിവാഹം കഴിഞ്ഞ ശേഷം പലരും ചില വിവാഹത്തിന് മുമ്പ് ആത്മീയരായ ആൾക്കാർ വിവാഹം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അവര് വന്ന ശേഷം അതിന് അവരുടെ ആത്മീയത്തിൽ കുറഞ്ഞു പോകുന്ന കാണുവാൻ കഴിയും. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒറ്റയ്ക്കായിരുന്നപ്പോ നമുക്ക് യേശു മാത്രം. പക്ഷെ കുടുംബത്തിൽ വന്ന ശേഷം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും, നമ്മൾ വിവാഹം കഴിഞ്ഞു അവരുടെ വീട്ടിലേക്ക് പിന്നെ നമുക്ക് പ്രാർത്ഥിപ്പാൻ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, സമയമില്ല, ദൈവമായി സംസാരിക്കുന്ന സമയമില്ല. പിന്നെ നമ്മുടേതായ കുടുംബപരമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, എഴുകിച്ചെന്ന് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി, ക്ഷീണത്തോടെ കിടന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥന, അങ്ങനെ ഒരു ദിവസം 2 ദിവസം നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ജോലി ചെയ്ത് തുണി നനയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നടക്കുകയും എപ്പോഴെല്ലാം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അകമയെ നമ്മൾ എന്ത് ചെയ്യും, സംസാരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ സംസാരിച്ച് ദൈവമായി നമ്മൾ അടുക്കുമ്പോൾ ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കും. അന്യഭാഷ നിങ്ങൾക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രയും നേരം നിങ്ങൾ അന്യഭാഷ കാരണം അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഷയാണ്. ആത്മാവിന്റെ തലങ്ങളാണ് അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് വെളിപ്പെടുന്നത്. അന്യഭാഷ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളം സംസാരിക്കുന്നത് പിശാചിന് മനസ്സിലാകാത്ത ഒറ്റ ഭാഷയുള്ളൂ, അന്യഭാഷയാണ്. ആ അന്യഭാഷ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കുറച്ചേ ഉള്ളായിരിക്കും. ചിലപ്പം നമ്മൾ ആദ്യമൊക്കെ വിശ്വാസം ചെറിയ ചെറിയ വാക്കുകളായിരിക്കും. പക്ഷെ ആ വാക്കുകൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെയും ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവം ആത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വായിക്കും. ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥന ആത്മീക വർധന വരുത്തി എന്ത് ചെയ്യാം, പൂർണ്ണമായും നമുക്കറിയാം. ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും അല്ലെ. ആദ്യം ഹാനോക്ക് ദൈവത്തോട് സംസാരിച്ചു. നമുക്ക് ഹാനോക്കിന് 65-ാമത്തെ വയസ്സിൽ തനിക്ക് മകനുണ്ടായി. അതിനുശേഷം 300 വർഷത്തെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്നാ പറയുന്നത്. അപ്പം ചില വ്യക്തി കുടുംബജീവിതം കല്യാണം കഴിഞ്ഞ ശേഷം ആത്മീകം കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷം ആത്മീകം ലഭിക്കത്തില്ല അല്ലെങ്കിൽ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഹാനോക്കിനെ മനസ്സിലാകും, വിവാഹം കഴിഞ്ഞു, അതിനുശേഷം കുഞ്ഞുണ്ടായ ശേഷവും ദൈവത്തോടൊപ്പം നടക്കാൻ എന്ത് ചെയ്യുക ഇടയായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക തടസ്സമല്ല, നമ്മളാണ് തടസ്സം. നമ്മളാണ് എന്ത് ചെയ്യുക, ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാകാത്ത. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു അല്ലെ. ദൈവം അവനെ എടുത്തു കൊണ്ടുപോയവന് എന്ന് പറഞ്ഞാല് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തിന്റെ സ്വഭാവം തന്നിലേക്ക്, ജഡത്തിന്റെ എല്ലാ സ്വഭാവവും തന്റെ ജീവിതത്തിന് മാറിപ്പോയി ദൈവിക സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യുക താൻ അലിഞ്ഞു ചേരുവാനിടയായി. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക്, അതായത് പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ഹിതം മാത്രം നമ്മിൽ വെളിപ്പെടുവാൻ നമ്മൾ പൂർണ്ണമായും നമ്മൾ കർത്താവിലാണെങ്കിൽ എന്ത് ചെയ്യാം, നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്യാം, നമ്മൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മെ ദൈവം എടുത്തുകൊണ്ട് പോകും. അപ്പം ഹാനോക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ജഡത്തിലാകാൻ ജനിച്ചത്, ജഡത്തിലാ പക്ഷെ എന്ത് ചെയ്യാം, ജഡസ്വഭാവം ദൈവത്തോടു കൂടെ നടന്ന് തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ്. ജഡസ്വഭാവം ഉള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഹാനോക്കിന്റെ സ്വഭാവത്തിൽ ദൈവിക പ്രസാദം വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഹാനോക്ക് തന്റെ വഴികളെ വിട്ട് തന്റെ വഴികൾ ദൈവത്തിന്റെ വഴികളിലേക്ക് നടന്നു അല്ലെ. നമുക്ക് ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ് ഹാനോക്ക് കായീന്റെ സന്തതിയാണ് ഹാനോക്ക്. കായീനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ കായീൻ എന്ത് ചെയ്യാ, സഹോദരനെ കൊന്നവനാണ്. പക്ഷേ കായീന്റെ അല്ലെ പിതാവിന്റെ പാപം ഹാനോക്കിനോട് ദൈവം കണക്കിട്ടില്ല. പിതാവിന്റെ വഴി, അപ്പന്റെ വഴിയെ ദൈവം എന്ത് ചെയ്യുക ഹാനോക്ക് തെരഞ്ഞെടുത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, സർവശക്തനായ ദൈവത്തിന്റെ വഴി എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. ചില ആൾക്കാർ പറയാറുണ്ട്, എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ദൈവത്തെ അറിയാൻ ഇല്ല. പ്രിയപ്പെട്ട, അതൊക്കെ നമ്മുടെ ന്യായീകരണങ്ങളാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, പിതാവിന്റെ ഒരു ഇഷ്ടവും തന്റെ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ പിതാവ് ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തിന് ഇഷ്ടപ്പെടാൻ ജീവിച്ചില്ല. ഒരു ജാതിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം, മകൻ ദൈവത്തിന്റെ അടുത്തു ദൈവമായി ഇഴകിച്ചേർന്നു. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ഇഷ്ടം, തന്റെ ആഗ്രഹം. ഹാനോക്കിന് ഈ ജാതീയപരമായ ഒരു ആചാരങ്ങളും ഹാനോക്ക് പോയിട്ടില്ല.
ദൈവത്തിന് എവിടെയാണോ ദൈവത്തിന് ചെന്ന് കയറാൻ കഴിയാത്ത, അശുദ്ധിയിൽ പ്രസാദിക്കുകമല്ല നമ്മുടെ കർത്താവ്. അപ്പൊ ദൈവം അശുദ്ധിയിലേക്ക്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത സ്ഥലങ്ങളിൽ ഹാനോക്ക് പോയില്ല. അശുദ്ധിയിൽ ഹാനോക്ക് ജീവിച്ചിരുന്ന അതിനർത്ഥം. ദൈവം അതിനപ്രകാരം ജീവിച്ചു, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടം. ഹാനോക്ക് പോകുന്നിടത്തൊക്കെ ദൈവത്തിന് പോകാൻ പറ്റുമായിരുന്നു. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഹാനോക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനത്തിൽ പറയും, ഹാനോക്ക് വിശ്വാസത്തിലടക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ സാക്ഷ്യം പ്രാപിച്ചു. അപ്പൊ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നമുക്കും ദൈവത്തോട് നടക്കാൻ പറ്റും. നമ്മുടെ ഓരോ സമയങ്ങളും നമുക്ക് ദൈവത്തോട് നടക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയാം, കർത്താവെ, ഞാൻ ഇന്ന് എന്റെ ഭൂമിയിലുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് ലഭിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങമായൊരു ബന്ധം എനിക്ക് വേണം. അങ്ങ് എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളെ ഭൗതികത നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. മുമ്പേ അതിന് രാജ്യനീതിയും അന്വേഷിക്കുന്ന തിരുവചനം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതികമായ നമ്മുടെ ദുഃഖങ്ങൾ കാണും, കടഭാരങ്ങൾ കാണും, ഭവനത്തെ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം എല്ലാം കാണും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? മറന്നു കളയണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ക്രിസ്തുവിലേക്ക് നമ്മൾ കടക്കണം. ദൈവമായൊരു ബന്ധത്തിൽ എന്ത് പുതുക്കം പ്രാപിച്ച് കർത്താവുമായി സംസാരിച്ച് ദൈവത്തിന് ഇഷ്ടപ്രകാരം നാം മുന്നോട്ട് പോകുമ്പോൾ ആത്മീകമായി നാം വർദ്ധിക്കുന്നതിനൊപ്പം ഭൗതികമായ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകും. ഇന്നത്തെ നമുക്ക് കാണുവാണെങ്കിൽ ഭൗതിക, ഇപ്പം എല്ലാവരുമല്ല, കുറച്ച് ആൾക്കാരൊക്കെ അവരാദ്യം നമ്മുടെ ഭൗതികമെല്ലാം ക്ലിയർ ആക്കിയിട്ട് ആത്മീയത്തിൽ. പക്ഷെ എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത്, മുമ്പേ നീ എന്റെ രാജ്യനീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇത് ലഭിക്കും. എന്താ? നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകിത്തരും. അതുകൊണ്ട് ദൈവമായി വളരുവാൻ ഒന്നാമത്തെ വചനം വായിക്കും, പ്രാർത്ഥിക്കുക. പ്രഭാത സമയം തുടക്കം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്ത് കാര്യം, ഇപ്പം ഒരു യാത്രയ്ക്ക് പോകണം, എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, അപ്പൊ നമ്മുടെ കൈ പൈസ ഉണ്ടെന്ന് ചെയ്യുക, നമുക്ക് ആഗ്രഹം നമ്മൾ വാങ്ങി. പക്ഷെ ദൈവത്തിന് ഇഷ്ടമാണോ? ഞാൻ ഈ വാങ്ങിക്കുന്ന ഇഷ്ടമാണോ? ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഇഷ്ടമാണോ? ഇന്ന വ്യക്തിയുമായി സംസാരം ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും, അങ്ങനെയാണ് ദൈവം നമ്മൾ പ്രസാദിക്കുന്നത്. ദൈവത്തിന് സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള നമ്മൾ ഓരോ കാര്യം ചോദിക്കണം. കുഞ്ഞുങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കരുത്. ചിലത് അവർ ദോഷത്തിന് വന്നു ചേരും. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ അനാവശ്യമായ പൈസകൾ ചെലവാക്കരുത്, മിതമായ ചിലവാക്കണം. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം, വസ്ത്രമൊക്കെ വേണം. പക്ഷെ എന്ത് ചെയ്യുക? നശിപ്പിച്ച ദൈവം നന്മകൾ നഷ്ടപ്പെടുത്തി കളയാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇടയാകരുത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുവാനിടയാ. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനൊപ്പം നടക്കുമ്പോൾ നിശ്ചയം നമുക്കൊരു ആത്മീക വർധനം ഉണ്ടാകും. ഞാനും വിശ്വാസമായിട്ടേക്ക്, എന്റെ പിതാവും മാതാവും ഒന്നും വിശ്വാസത്തിലല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു വിഗ്രഹാരാധന കുടുംബമായിരുന്നു എന്റേത്. ഞാൻ എപ്പോഴും പറയും കർത്താവിനോട് ക്ഷമിക്കണം. കാരണം ഞാൻ കത്തോലിക്ക ബൈബിളോട് ജനിച്ചു വന്ന വ്യക്തിയാണ്. പക്ഷെ യേശു എനിക്ക് ഉണ്ടായിരുന്നു, അല്ലെ? ആ സമയത്ത് ദൈവത്തിന് യേശു എന്നിലുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ ദൈവത്തെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മറിയ എന്ന് പറയുന്ന, യേശുവിന്റെ അമ്മ എന്ന് പറയുന്ന ആ സഹോദരിയാണ്. പക്ഷെ ദൈവം എത്രമാത്രം എന്നോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. യേശു ഉണ്ടായിരിക്കെ എന്റെ അപ്പനെ എനിക്ക് വേണ്ടി മരിച്ച, ജീവൻ തന്ന, രക്തം തന്ന എന്റെ കർത്താവിനെ മനസ്സിലാക്കാതെ, ഒരു വിലയും കൊടുക്കാതെ, യേശുക്രിസ്തു നമുക്ക് മരിച്ചതുപോലെ ആര് നമുക്ക് വേണ്ടി മരിച്ചു? മറിയ യേശുക്രിസ്തുവിന്റെ അമ്മ യേശുവിനെ ഉള്ളത്തിൽ വഹിച്ചു, ഉദരത്തിൽ വഹിച്ചു. നിന്നകാ ശരിയാണ്. പക്ഷെ എന്നാൽ സ്വന്തം ജീവൻ നമുക്ക് നൽകിയത് ആരാ പ്രിയപ്പെട്ടവരെ? യേശു അല്ലേ? കർത്താവിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലേ? പക്ഷെ എന്നാൽ ഞാൻ പലപ്പോഴും മറന്നുപോയൊരു കാര്യമാണ്. പക്ഷെ ഈ സത്യത്തിലേക്ക് ദൈവം എന്നെ മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരുപാട് സങ്കടം വന്നൊരു കാര്യമാണ്. ദൈവമേ, എനിക്ക് അങ്ങേ അറിയാമായിരുന്നു. എങ്ങനെ അറിയാന്നറിയാമോ? ഡിസംബർ 25 ഏപ്രിൽ മാസം, ഈസ്റ്റർ, ദുഃഖവെള്ളിയൊക്കെ ആ സമയത്ത് അങ്ങനെയാ യേശുവിനെ അറിയുന്ന എനിക്ക്. പക്ഷെ എന്നാൽ അന്നത്തെ ദൈവം എന്നോട് ക്ഷമിച്ചില്ലായിരുന്നു, ഞാൻ എവിടെ ചെന്ന് വെട്ടേനെന്ന്. കർത്താവിന് മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദൈവം നമുക്ക് വേണ്ടി വില തന്നത് ആരാ? നമ്മുടെ കർത്താവ്. മറ്റാരും നമുക്ക് വില തന്നില്ല, ആരും വില തരികയില്ല. അതുകൊണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാ? സ്വന്തം ജീവനെ തന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവം നമുക്ക് ജീവനെ നൽകിയെങ്കിൽ അവനോട് കൂടെ സകലം നൽകാതിരിക്കുമോ? പക്ഷെ ഒന്ന് ചെയ്താൽ മതി, വിശ്വാസത്തോടെ ദൈവത്തിന്റെ പാദവിടെ നിങ്ങളെ തന്നെ സമർപ്പിച്ചു. ഒന്നുമല്ല കർത്താവ്, ഞാൻ ഒന്നുമില്ല, എനിക്ക് വിദ്യാഭ്യാസം,
ദൈവം തന്നതാ, എല്ലാം ദൈവം തന്നതാ. ദൈവം തിരിച്ചെടുക്കാൻ ഒരു നിമിഷം മതി. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ചെയ്യും. ദൈവത്തിന് നമ്മളെ വ്യതിചലിച്ചു പോയാൽ, അഹങ്കരിച്ചു പോയാൽ, തന്നെ ഉയർത്തി കളഞ്ഞാൽ ദൈവം അതൊന്നും ക്ഷമിച്ചു വരികയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ആത്മീകമായി നമുക്ക് ഉയരണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കമായ ഒരു മനസ്സുണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കാത്ത, മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇതൊക്കെ ദൈവം നോക്കും. നിഷ്കളങ്കമായ ഹൃദയം. അതുകൊണ്ട് 24 സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും, അല്ലെ? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ തന്നെ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കും. സ്തോത്രം. അതുകൊണ്ട് 15 സങ്കീർത്തനം അത് തന്നെ പറയുന്നത്, സെയിം ആണ് പറയുന്നത്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ നഗരത്തിൽ ആർ പ്രവേശിക്കും? വെടിപ്പുള്ള കൈ. നമ്മുടെ കൈ, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പാസ് പറയും, നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്താം. നമ്മൾ നോക്കാം നമ്മുടെ വിശുദ്ധ കരങ്ങളാണോ ഇത് നോക്കാം. എന്നാൽ മാത്രമേ കർത്താവ് പ്രവേശിക്കുക, നമ്മൾ പ്രസാദി. അതുകൊണ്ട് വെടിപ്പുള്ള ഹൃദയം നമുക്ക് ഉണ്ടാവണം. ദാവീദ് പറയുന്നത്, നിർമ്മലമായ ഹൃദയം എനിക്കുണ്ടാകണം, സ്ഥിരമായ ഒരു ആത്മാവിനെ നമുക്ക് നൽകണം. അതേപോലെ വരെ കർത്താവ് നോക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സൗന്ദര്യമോ കുടുംബമോ ഒന്നുമല്ല, നമ്മുടെ ഹൃദയമേ നോക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഞാൻ വാതിക്കൽ മുട്ടുന്നു. എവിടെയാ? നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ മുട്ടുകയാണ്. നീ എന്റെ ശബ്ദം തുറക്കാൻ, ദൈവത്തോടുകൂടി ഇരിപ്പാൻ, കർത്താവിനോട് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവകാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കരം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമായി നമുക്കൊരു ബന്ധം ഉണ്ടാകണം, യേശുമായി നമുക്കൊരു ബന്ധം ഉണ്ടാകണം. നിത്യതയിൽ പോകാൻ സ്വർഗം ഉണ്ടാക്കിയ ദൈവമാണ്, മനുഷ്യരാരുമല്ല. അവിടെ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഭൂമിയിൽ വലിയ വീടുള്ളത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. ദൈവത്തിന് വേണ്ടി നാം ഭൂമിയിൽ എന്ത് ചെയ്തു, ദൈവത്തിന് വേണ്ടി നാം എന്താ ചെയ്തത്, ഞാൻ നിന്നോ, അത് നോക്കിയാണ് ദൈവം എന്ത് ചെയ്യുക, നമ്മെ നിത്യതയിൽ കൊണ്ടുപോകും, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സ്വർഗം ഉണ്ടാക്കിയത് യേശുവാണ്. അതുകൊണ്ട് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ദൈവമായൊരു അടുത്തവൻ നമുക്കുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തവന് ദൈവമായി പ്രവേശിക്കാൻ കഴിയത്തില്ല കേട്ടോ. കർത്താവിന്റെ ശബ്ദം നാം കേൾക്കണമെങ്കിൽ എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ലെന്നാ ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. ആ ശബ്ദം കേൾക്കുന്നതിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീകമായി നമ്മൾ വളരെ അന്യഭാഷ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, കഴിയുന്നിടത്തോളം പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. 10 മിനിറ്റെങ്കിലും ദൈവസന്നിധി എടുത്തു വെച്ച വചനമായി, എന്താണ് ദൈവമേ ഈ വചനത്തിൽ എന്നോട് സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കണം. ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ചിലപ്പം ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഒന്നും നമുക്ക് വെളിപ്പെടെല്ലാം മൂടൽ പോലെ കിടന്നെന്ന് വന്നാലും നിശ്ചയമായി നമ്മൾ ദൈവസനെ വില കൊടുത്ത് ദൈവസനെ ഇരിക്കുന്നെങ്കിൽ ദൈവം തന്നെ ഹൃദയത്തിലെ ഈ വചനത്തിലുള്ള ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയാണ്. ഞാൻ വിശ്വാസം ചെയ്തു വന്നപ്പോൾ എന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നിന്നെ സുവിശേഷ വേലയ്ക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവം പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ മാത്രമാണ് ദൈവം വിളിച്ചത്. കാരണം നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിലും മത്തായിയുടെ സുവിശേഷമാണെങ്കിലും എവിടെയാണെങ്കിലും കാണും, നമ്മളെല്ലാം ശിഷ്യന്മാരാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുക? അനേകരെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ഞാൻ ശിഷ്യയാണ്, ഞാൻ കർത്താവിന്റെ ശിഷ്യയായ ശേഷം ഞാൻ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ സ്റ്റെപ്പുണ്ട്, സുവിശേഷ വിലക സ്റ്റെപ്പുണ്ട്. എഫേസ്യരിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇടയന്മാരായും ചില അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരെ 5 തരത്തിലുള്ള ശുശ്രൂഷകൾ പുതിയ നിയമത്തിലുണ്ട്. ഇതിലൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ശിഷ്യത്വം പഠിക്കണം. ശിഷ്യത്വം എന്താണ് പഠിക്കണം? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുങ്ങുക, ദാസൻ എന്നർത്ഥം. കീഴ്പ്പെട്ട് നമ്മൾ പഠിച്ച് നമ്മളെ ദൈവം ഒരു പ്രോസസ്സിലും കൂടെ കൊണ്ടുപോയ ശേഷം ദൈവം നമുക്ക് ചില അധികാരങ്ങൾ നമുക്ക് കൈമാറുവാനിടയായിത്തീരും. അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞതിനെ പ്രാർത്ഥിക്കാൻ കൊള്ളത്തില്ല, എന്നോട് പറയും പാടാൻ കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ ഞാൻ പാടും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ബോധിപ്പിക്കണം, നമ്മുടെ കർത്താവ് കേൾക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പാടുന്നല്ലേ. അല്ലയോ കുമാരി കേൾക്ക, അല്ലെ സ്വജമത്യം, നിന്റെ മുഖം ഉയർത്തുക, അല്ലെ ഉത്തമേന്ന് പറയുന്നത് ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കുന്നു. നിന്റെ സ്വരം, നമ്മുടെ സ്വരം കേൾക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു.
അയ്യോ നിന്റെ സ്വരം ഇങ്ങനെയുള്ള എനിക്ക് കേൾക്കണ്ടെന്നല്ല പറയുന്നത്. ഹലോ പ്രിയേ, നീനും സംസാരിക്കല്ലേ? കർത്താവ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആരും നമ്മോട് എന്ത് ചെയ്യാ, സ്വരം കൊള്ളത്തില്ല, നീ പ്രാർത്ഥിച്ച താളമില്ലെന്നൊക്കെ പറഞ്ഞാലൊക്കെ ദൈവത്തിന് താളത്തിന്റെ ആവശ്യം. നമ്മുടെ ഹൃദയം അതാ ദൈവം നോക്കുന്നത്. ഇപ്പൊ കറ പുരണ്ട തുണി പോലെയുള്ള ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് അറിവുകളൊന്നുമില്ല, എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന എന്ത് ചെയ്യും? ദൈവം കേൾക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി താണവനെന്നോ ഉയർന്നവനെന്നോ വിദ്യാഭ്യാസമുള്ളെന്നോ കുടുംബ മഹിമയുള്ളതെന്നും ദൈവത്തിന്റെ സന്നിധിയില്ല. ആര് ദൈവത്തിന്റെ സന്നിധി കടന്നു വന്ന് ദൈവമുഖം അന്വേഷിക്കുന്നുവോ അവരെ ദൈവം എന്ത് ചെയ്യുക? ചേർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആത്മീയമായി നിങ്ങൾ ഉയർന്നു വരിക. കർത്താവ് വരാറായി പ്രിയപ്പെട്ടവരെ. നമ്മള് ഇന്ന് ഭൂമിയിലൊക്കെ വീട് വെക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, വേണം, നിശ്ചയമായും വേണം. പക്ഷേ അതിന്റെ മാത്രം നമ്മുടെ ആഗ്രഹമായിരിക്കാതെ ഓരോ ദിവസവും എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം ആ ആഗ്രഹം മാനിക്കും. നിന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹൃദയം നല്ല ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ. നിശ്ചയമായി എനിക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരാളെ സുവിശേഷം, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതൊക്കെ ദൈവം എന്ത് ചെയ്യുക, കുറച്ചു കാലം കഴിഞ്ഞാലും നടത്തി. ഞാൻ ഈ വിശ്വാസി വന്നിട്ട് എനിക്ക് തോന്നുന്നു 2010 ഞാൻ വിശ്വാസി വരുന്നു. ആ സമയത്തൊക്കെ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് പറയാൻ എനിക്ക് വിധമല്ല. ഞാൻ എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനയെ പോലെ ദിവസം ആരാധിക്കുമായിരുന്നു. പല കുറ്റങ്ങളും കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ അറിയാൻ ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിലൊരു വില, അവരെ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ ആരും തെളിയിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് എന്റെ അമ്മ, കഴിഞ്ഞ ദിവസം ഞാൻ പരസ്യം ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അപ്പ ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു. പറഞ്ഞു മോനും മോളും പരസ്യം ചെയ്തത്, ഞാൻ അവരോടെ പോയാന്നാ പറഞ്ഞത്. അപ്പൊ അത്രമാത്രം ദൈവം എന്ത് ചെയ്യാം നമ്മെ മാനിച്ചുകൊണ്ട് വരുവാനിടയാ. നമുക്കൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. പക്ഷെ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ ദിവസം നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്, പക്ഷെ എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല. പഠിച്ചതൊക്കെ അറിയാവുന്നത് കൂടെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ പഴയത് കൊണ്ടിരിക്കാനല്ല പ്രിയപ്പെട്ട ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹം. പുതിയത് ദൈവം നമ്മൾ ചെയ്യുന്നത്. പഴയ കാലങ്ങളിൽ ഇപ്പൊ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയത് എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. പുതിയത് പ്രാപിക്കണം, പുതിയത് പ്രാപിക്കണം, പുതിയത് പ്രാപിക്കണം. അതിനുവേണ്ടി ദൈവത്തിനെ ഒരുക്കി കൊടുക്കണം. പഴയ ശക്തി നമുക്ക് കഴുകനെ കുറിച്ച് കാണും. ഞാൻ സംസാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും. കഴുകനെ കുറിച്ച് നമുക്ക് കാണും. കഴുകിന്റെ ചിറകുകൾ വളർന്നു വരുമ്പോൾ ശരീരം ഭാരം കൂടും. പക്ഷെ ഭാരം കൂടി കഴുകന് ഉയരത്തിലേക്ക് പറക്കുവാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ അല്പനേരത്തിന് കഴുകൻ എന്ത് ചെയ്യും, ഒരു ആരും കാണാൻ പോയ സ്ഥലത്തേക്ക് പോയി മറഞ്ഞിരുന്ന തന്റെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളയും. അല്ലെ, കൊത്തിപ്പറിച്ചിന്റെ ഭാരം കുറയ്ക്കുക. ഭാരം ഉയരത്തിലേക്ക് പൊങ്ങുവാൻ തടസ്സമായ തന്റെ വളർന്നിരിക്കുന്ന ആ ചിറകുകളെ എന്ത് ചെയ്യുക, തൂവലുകളെ സ്വന്തം ശരീരത്തില്ല. അപ്പൊ എത്രമാത്രം നമുക്ക് പറിച്ചെടുക്കും വേദന. ആ വേദന എല്ലാം സഹിച്ച് എന്ത് ചെയ്യുക, ആ കഴിവിന് അതിനെ പറിച്ചു കളയുക. വേദനയുണ്ട്, പക്ഷെ കഴിവിനറിയാം ഇന്ന് ശകലം വേദന അനുഭവിച്ചാലും എനിക്ക് പുതിയ തൂവൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, പണ്ടത്തേക്ക് ആ ഉയരത്തിലേക്ക് പറക്കുമെന്ന് കഴിവിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, വേദനകൾ സഹിച്ച് അതെല്ലാം പറിച്ചു കളയുകയാണ്. അല്ലെ, പൂർണ്ണമായി ഭാരം മാറി. അതിനുശേഷം തന്നെ നഖങ്ങള് ഉരച്ച് പാറയുടെ പുറത്തിട്ട് ഉരയ്ക്കുകയാണ്, തന്റെ ചുണ്ടിട്ട് ഉരയ്ക്കുകയാണ്. എന്ത് ചെയ്യും, മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതുപോലെ ചെയ്യണം. നമുക്ക് ഭാരമേറി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എല്ലാം എടുത്തമാണ് ശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. പാപങ്ങൾ ഏറ്റു പറയണം, നമ്മുടെ കുറവുകൾ ഏറ്റു പറയണം, നമ്മുടെ ബലഹീന ഏറ്റു പറയണം. നമ്മളെ തന്നെ ദൈവത്തിനെ സമർപ്പിച്ചു കൊടുക്കണം. പുതിയ മനുഷ്യനാക്കി ദൈവം നമ്മെ മാറ്റുവാനിടയാണ്. പഴയവരുടെ പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ മൂർച്ച കൂട്ടണം, ശക്തമായി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥന കേട്ടേ പ്രാർത്ഥിക്കണം, മൂർച്ച കൂട്ടണം. നമ്മുടെ വായിന് ദൈവത്തിന്റെ വചനം പുറപ്പെടുന്ന നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം. മൂർച്ച ഇല്ലാത്ത വെട്ടുമ്പോ എത്ര പ്രാർത്ഥിച്ചപ്പോൾ ചില സമയം എന്ത് ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിൽ നമ്മുടെ മൂർച്ച കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. ദൈവമായ ബന്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞു പോയി.
ആ ബന്ധത്തിൽ എവിടെയൊക്കെ ഒരു വിള്ളലുകൾ സംഭവിച്ചു. ദൈവസന്നിധിക്ക് മടങ്ങി വന്നാൽ, മൂർച്ച കൂട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, ആര് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം പ്രാർത്ഥിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും. പക്ഷെ മൂർച്ച കൂട്ടി അറിയില്ല, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം? ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു സന്ദേശം അനുഗ്രഹമായി മാറുമെന്ന് നിശ്ചയമായും എന്റെ അകത്തളങ്ങൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങളെ മൂർച്ചകളെ കൂട്ടുക, ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, ഭവനത്തെ കുറിച്ചുള്ള ഭാരം, ഭർത്താവിനെ കുറിച്ചുള്ള ഭാരം, കടഭാരത്തിലുള്ള ഭാരം, ചിന്തകൾ അങ്ങനെ കാട് കയറി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നാം ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നുള്ള ദൈവത്തെ കുറിച്ച് എനിക്ക് എത്രമാത്രം ദൈവസന്നിധി ഉയരുവാൻ കഴിയും, അപ്പോഴോട് എത്രമാത്രം സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയും. എവിടെ നിന്നാണ് അപ്പാ ഞാൻ താഴെ പോയത്, അതിൽ നിന്ന് മടങ്ങി വരവ് എനിക്ക് നൽകണമേ എന്ന് എന്ത് ചെയ്യാം? ഇന്ന് ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥന. അതേ, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. മൂർച്ച കൂട്ടണം ദൈവത്തിന്. നിങ്ങളെ പിന്നെയും മൂർച്ചയോടെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. പിന്നെയും പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥനയാണ്. ഒരു ദിവസം ഞാൻ എനിക്ക് തോന്നുന്നു ഇതിലകത്ത് പുതിയ ആൾക്കാരുണ്ട്. ഒരിക്കൽ ഞാൻ 21 ദിവസം ഉപവാസം എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കർത്താവിനോട് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ പരസ്യമായി പ്രസംഗിക്കാനൊന്നും എനിക്ക് എന്തില്ല, എനിക്ക് ധൈര്യമില്ല. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, രാത്രി 12 മണി സമയത്ത് എന്നോട് പറഞ്ഞു പോയി ലൈവ് ചെയ്യാൻ പറഞ്ഞു. അന്ന് തുടങ്ങി ഏകദേശം നവംബർ മാസത്തിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലൈവ് തുടങ്ങിയ. ദൈവകൃപയാൽ ദൈവം ഒരു കാര്യം ആരംഭിച്ചാൽ അതാർക്കും തകർത്ത് കളയാൻ പറ്റില്ല. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചതെങ്കിൽ അതിനെ ആർക്കും ഒടുക്കിക്കളയാൻ പറ്റില്ല. നമ്മൾ ഒരുപക്ഷെ മനസ്സ് മടുത്തു പോയാലും ദൈവം എന്ത് ചെയ്യാ? മടുപ്പിക്കത്തില്ല. ആ ദൈവം അത് മുടക്കി കളയത്തില്ല. അതിനൊരു വലിയ തെളിവാണ് ഈ സമയത്ത് എന്ത് ചെയ്യാ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ ജഡത്തിൽ എന്തെങ്കിലും ആരംഭിച്ചതൊക്കെ എന്ത് ചെയ്യാ? മുടങ്ങിപ്പോകും. പക്ഷെ ദൈവം ചിലത് ആരംഭിച്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാ? മുടങ്ങിപ്പോകത്തില്ല. മുടങ്ങിപ്പോയോ എന്ന് ചോദിച്ച് എന്ത് ചെയ്യാ? നമ്മൾ ആയിരുന്നാലും അതിനെ പിന്നെയും പുതുക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്ത് ചെയ്യാ? ദൈവസന്നായിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ മടങ്ങി വരിക തന്നെ ചെയ്യും. അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്കുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാ? നിന്റെ അരികിലേക്ക് വന്നു ചെയ്യും. നമുക്ക് ആ യോസഫിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോസഫ് അല്ലെ, സഹോദരന്മാർ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പോയവനെ കൊട്ടകനിലേക്ക് ഇട്ടു. അവർ വിചാരിച്ചു യോസഫ് എന്ത് ചെയ്യാ? ഇനി ഒരിക്കലും ഞങ്ങൾക്ക് യോസഫിനെ കാണണ്ട, അപ്പന്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് എന്ത് ചെയ്യാ? ഞങ്ങൾക്ക് അപ്പന്റെ കൂടെ എന്ത് ചെയ്യാ? സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്തു? വലിയൊരു ക്ഷാമം വന്നപ്പോ എന്ത് ചെയ്യാ? യോസഫിന്റെ മനസ്സിൽ സഹോദരന്മാരാണെങ്കിലും പക്ഷെ സഹോദരന്മാർക്ക് യോസഫ്, കാരണം അവന്റെ പഴയ യോസഫ് അല്ല, ബാലനായ യോസഫ് അല്ല, ഒരു ശക്തനായ എന്ത് ചെയ്തു? ഒരു ദൈവ മനുഷ്യനായി തന്റെ പുറമെയുള്ള മോടികൾക്കൊക്കെ വ്യത്യാസം വരുത്തി അകത്തേക്ക് ശക്തി കൊടുത്ത് വലിയൊരു എന്ത് ചെയ്യാ? അധികാര സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ദൈവം യോസഫിനെ മാറ്റി. ബാലനാണെന്ന് നമ്മൾ കഴിവില്ലെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളെ അപമാനിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ? ദൈവപുരുഷനാക്കി നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ എന്ത് ചെയ്യാം? മറ്റൊരു ആശ്ചര്യപ്പെടും. നമ്മുടെ അടുക്കൽ ചിലരെ ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? യോസഫ് തന്റെ സഹോദരന്മാർക്കും വിരോധമായി സംസാരിച്ചിട്ടില്ല, ഒരു ദോഷം പോലും സംസാരിച്ചു. നിങ്ങളോ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു, പക്ഷെ ദൈവമോ അതിനേക്ക് അനുകൂലമാക്കി മാറ്റി. നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. ദൈവം നമുക്ക് നൽകിയതല്ല നന്മയ്ക്കായി എന്ന് വിശ്വസിക്കുക. ദോഷമായിട്ടൊന്നും നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യോസഫൻ പൊട്ടക്കണ്ടി വീണു. പല തരത്തിലുള്ള കഷ്ടങ്ങളുടെ യോസഫ് കടന്നുപോയി. ജീവിതത്തിന്റെ ഒരിക്കലും തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൂടെ കാരാഗ്രഹത്തിന് അവസ്ഥയിലൂടെ കടന്നു. പക്ഷെ എന്ത് ചെയ്യാം? ദൈവത്തിന് യോസഫിനെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം നമ്മെ കുറിച്ച് പദ്ധതി കൊണ്ട്, പ്രിയപ്പെട്ടവരെ. ഇത്രയും സമയമൊക്കെ കളഞ്ഞ് എന്ത് ചെയ്യാ? നിങ്ങൾ പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുന്നില്ലേ? നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവുമായി അടുത്തു വരിക, പ്രാർത്ഥിക്കുക. ദിവസത്തിന് നിങ്ങൾ കഴിയുമെങ്കിൽ രാവിലെ വൈകിട്ടോ ഒക്കെ ഒരു അരമണിക്കൂർ വെച്ച് ദിവസങ്ങൾ കൊടുക്കുക. നിശ്ചയമായും
നിങ്ങളിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മളിൽ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു അല്ലെ. ദൈവം നമ്മളിലാണ്. നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിന്റെ സന്നദ്ധമായി നമ്മൾ പ്രസാദിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയെ പ്രസാദിക്കുകയും ചെയ്ത ദൈവമാണ്. അതുകൊണ്ട് ഹാബേലിലും അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് നിങ്ങളെ ദൈവം പ്രസാദിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുവാനിടയായിത്തീരും. നമുക്ക്